പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി നന്ദി പറയാം, സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആരാധനയെക്കുറിച്ചാണ് ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 91 15-16 വാക്യങ്ങൾ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നാം ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന സമയത്തിന് ഏറ്റവും കൃപ നിറഞ്ഞ, ആത്മനിറവുള്ള, ചരിത്രത്തെ പോലും തിരുത്തി കുറിക്കുവാൻ കഴിയുന്ന ശക്തി പ്രാർത്ഥനയിലൂടെ ലഭ്യമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ജീവിതത്തിലും അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന രീതികൾ, അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നൽവരങ്ങളെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ബൈബിൾ പണ്ഡിതന്മാർ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്നതുകൊണ്ട് ദൈവത്തോട് നന്മകൾക്കായി അപേക്ഷിക്കുന്നതിനെയും പാപം ഏറ്റുപറയുന്നതിനെയും സ്തുതി സ്തോത്രങ്ങളെയും പ്രതിജ്ഞകളെയും ചിലപ്പോഴൊക്കെ ദൈവത്തോടുള്ള സംഭാഷണവുമായി പ്രാർത്ഥനയെ ക്രമീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നന്മകൾക്കായി ദൈവത്തോട് അപേക്ഷിക്കുന്നതിനെക്കുറിച്ചും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് സ്തുതിഗീതങ്ങൾ, നന്ദി, കൃതജ്ഞാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനെക്കുറിച്ചും ദൈവിക കാര്യങ്ങളിൽ തൽപരരായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുക്കലായിട്ടും ദൈവത്തോടുള്ള സംഭാഷണമായിട്ടൊക്കെയാണ് പ്രാർത്ഥനയെ കുറിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന പഴയ നിയമത്തിലെ ചില പദങ്ങൾ, ഒന്ന് അപേക്ഷിക്കുക എന്നാണ്. അപേക്ഷിക്കുക. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ഞാൻ കർത്താവിനെ വിളിച്ചു ഇപ്രകാരം അപേക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 4:26. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപേക്ഷയാണ്. അപേക്ഷിക്കുക. മറപ്രേമിൻ്റെ മെമ്രായിൽ ഇങ്ങനെ, അല്ല യാക്കോബിൻ്റെ ബോസോയിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട്: വയസ്സന്മാർ പിഴച്ചാൽ ഉണ്ണികൾ അപേക്ഷിക്കുക. പ്രായമായവർ തെറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക, പൊറുതി ഉണ്ടാകും, മാപ്പ് ലഭിക്കുമെന്ന് ആണ് അതിൻ്റെ അർത്ഥം. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം: ഞാൻ കർത്താവിനെ
വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു. കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളു? ജോർദാനക്കരയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. മോശയോട് ദൈവം പറയുന്ന കാര്യങ്ങളും ദൈവത്തോട് മോശ അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ട ഭാഗം. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വീണ്ടും ഞങ്ങൾ സങ്കീർത്തനം 105 നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയുടെ മറ്റൊരു മാനമാണ് ചോദിക്കുക. യേശു തന്നെ അരുളിച്ചതിന് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും സ്വർഗസ്വനായ പിതാവിൻ്റെ മഹത്വപ്പെടേണ്ടതിന് തരുമെന്നും ചോദിക്കുക. സങ്കീർത്തനം 105:40 അവർ ചോദിച്ചു, അവിടുന്ന് അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്തു. സങ്കീർത്തനം 105:40 അവർ ചോദിച്ചു, അവർക്ക് അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. നമുക്കും ഇതുപോലെ ദൈവസന്നിധിയിൽ ചോദിക്കുവാനുള്ള ധൈര്യമുണ്ടാകണം. ചോദിച്ചാൽ തരുമെന്നുള്ള, ചോദിച്ചാൽ ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ദൈവവുമായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച സംഭാഷണമാണ് പ്രാർത്ഥന, അപേക്ഷയാണ് പ്രാർത്ഥന. പാപം ഏറ്റുപറയുന്നതിനും സ്തുതിസ്തോത്രങ്ങളൊക്കെ അർപ്പിക്കുന്നതിനും പ്രതിജ്ഞകളെ എടുക്കാനുമൊക്കെ പ്രാർത്ഥന വഴിയാണ് സാധിക്കുന്നതെന്ന് നമ്മൾ കേട്ടു. ഇനി മറ്റൊരു തലമാണ് നിലവിളിക്കുക. സങ്കീർത്തനം 72:12 നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. അപ്പം നിലവിളിക്കുക. നമ്മൾ കുർബാനയിൽ ഇങ്ങനെ പാടുന്നുണ്ട്, മോചനമതിനായി പാപികളെ വരുവേൻ, യാചിപ്പിൻ, മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ, അന്വേഷിപ്പോൾ യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കണ്ടെത്തും. മോചനം നേടുന്നതിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. പാപികളെ വരിക, കർത്താവിൽ ആശ്രയം വെക്കുക, മുട്ടുന്നോർക്ക് തുറന്നിടുമേ തൻ്റെ വാതിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. ഹല്ലേലൂയ! ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും. നമുക്കറിയാം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
ബർത്തിമായി എന്ന ഒരു കുരുടൻ, ഒരു യാചകൻ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദിൻ്റെ പുത്ര, എന്നോട് മനസ്സലിയണമേ, എന്നോട് മനസ്സലിയണമേ. നിലവിളിക്കുന്ന പാവപ്പെട്ടവൻ, കരുണ കാണിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിലും 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിലവിളിക്കുക, തെരുവിൽ വിശന്ന് തളർന്നു വീഴുന്ന ദൈവമക്കൾക്ക് വേണ്ടി കരയുക. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, 18 വാക്യം വായിക്കാം നമുക്ക്. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കൾ, പട്ടിണിക്കാരുണ്ടാകാം, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് എന്തിനൊക്കെയോ വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന അനേകർ, ചെറുപ്പക്കാർ, യുവതിയുവാക്കന്മാർ വഴിയിൽ തളർന്നു വീഴുന്നു. ഇവർക്കൊക്കെ വേണ്ടി രാത്രികാലങ്ങളിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക എന്ന് പറയുന്നത്. സഭയിൽ പാതിരാ പ്രാർത്ഥനയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടുവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. വിശുദ്ധ അഗസ്റ്റിനോസിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം തൻ്റെ യൗവനകാലത്ത് വളരെയധികം തെറ്റിൽ ജീവിച്ച വ്യക്തിയായിരുന്നു എന്നാണ്. തൻ്റെ പ്രിയ മാതാവ് മോണിക്ക 25 വർഷത്തോളം കഠിനമായ സങ്കടയാചനകൾ, പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചപ്പോഴാണ് അഗസ്റ്റിനോസിന് മാനസാന്തരമുണ്ടാകുന്നതും ഇന്ന് അനേകർക്ക് അഭയകേന്ദ്രമായി നിൽക്കുന്ന ഒരു വിശുദ്ധൻ രൂപപ്പെട്ടതും ഈ മഹാവലിയ പ്രലാപത്തോടുകൂടിയുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടിയും ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. ന്യായാധിപന്മാർ 3:9 വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ മക്കളെ ഓർത്തും, നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർത്തും, നമ്മുടെ ജീവിത പങ്കാളിയെ ഓർത്തും, സമൂഹത്തെ ഓർത്തും, അയൽവാസികളെ ഓർത്തും, സഭയെ ഓർത്തും, രാഷ്ട്രത്തലവന്മാരെ ഓർത്തും, രാജ്യങ്ങളുടെ യുദ്ധക്കൊതികളൊക്കെ ഇല്ലാതെയായി
സ്നേഹത്തിലും ഐക്യത്തിലും ബഹുമാനത്തിലും സാഹോദര്യത്തിലും ജീവിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ ഭരണാധികാരികൾക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വഴിക്കവലകളിൽ തളർന്നു വീഴുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കാവുന്ന വിലാപങ്ങളുടെ പുസ്തകം 2 നമ്മൾ വായിച്ചത് നമുക്ക് ധ്യാനിക്കാം. യേശുവേ നന്ദി, ദൈവമേ ആരാധന, ഞങ്ങളെ അങ്ങയുടെ വത്സല പുത്രനാക്കി പുത്രിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ വഴി ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത്. തുടർന്ന് നമ്മൾക്ക് ആ ഭാഗങ്ങൾ കേൾക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഇത് അനേകർക്ക് പ്രയോജനകരമാകത്തക്കവണ്ണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇതിൻ്റെ ഷെയറിങ്ങിലൂടെ അനേകർക്ക് ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും അതുവഴി ഭൗമിക ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങളോടെ നിൽക്കുവാനും വരാനിരിക്കുന്ന നിത്യജീവനിൽ സ്വർഗത്തിൻ്റെ അവകാശത്തോടെ നിൽക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.